അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ് 2 ദിവസം മുമ്പ് ഇന്ത്യക്ക് USAID എന്ന ഫണ്ടിൽ കൂടി നൽകുന്ന $21 മില്യൺ നിർത്തലാക്കിയതായിട്ടൊരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചു. എന്താണ് ഈ പ്രശ്നമെന്ന് നമുക്കൊന്ന് നോക്കാം. അത് ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഒരു സഹായധനമാണോ, അതോ നമ്മൾക്ക് തന്നെ താല്പര്യമില്ലാത്തൊരു മേഖലയാണോ, എന്താണെന്നത് മനസ്സിലാക്കണമെങ്കിൽ USAID എന്താണെന്നും ബ്രീഫായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ശീതസമരത്തിന് ശേഷം അമേരിക്ക വികസ്വര രാജ്യങ്ങളെ സഹായിക്കാൻ പല പദ്ധതികൾ ഇട്ടിരുന്നു. യൂറോപ്പിനെ പോലും സഹായിക്കാൻ മാർഷൽ പ്ലാൻ പോലെയുള്ള പദ്ധതിയും ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയ്ഡ് ഫോർ ഡെവലപ്മെന്റ് എന്നുള്ള തലക്കെട്ടിൽ വിവിധ തരം സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ഡെവലപ്പിംഗ് കൺട്രീസ്, വികസ്വര രാജ്യങ്ങൾക്ക് സഹായധനം നൽകുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അത് അമേരിക്കയുടെ ഫണ്ടിനെ, അമേരിക്കയുടെ സാമ്പത്തിക ശക്തിയെ കാലാകാലങ്ങളായി ക്ഷയിപ്പിച്ചതായും ക്ഷീണിപ്പിച്ചതായിട്ടും പ്രസിഡന്റ് ട്രംപിനും അദ്ദേഹത്തിൻ്റെ ഉപദേശകനായ എലോൺ മസ്കിനും അഭിപ്രായമുണ്ട്. എലോൺ മസ്ക് ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ്റെ ലീഡർ മാത്രമല്ല, അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റൽ എഫിഷ്യൻസിയുടെ സെക്രട്ടറിയും കൂടിയാണ്. അമിതമായി ഫണ്ട് മറ്റു രാജ്യങ്ങൾക്ക് കാര്യമില്ലാതെ നൽകുന്നതിൽ കഥയില്ല എന്നും അത്തരം കാര്യങ്ങൾ കട്ട് ചെയ്യണമെന്നുള്ള ഒരു പൊതു നിലപാട് അമേരിക്കയ്ക്ക് സമീപകാലത്തുണ്ടായിട്ടുണ്ട്. ഇന്ത്യക്ക് നൽകുന്ന എയ്ഡിൽ, സഹായധനത്തിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനായിട്ട് $21 മില്യൺ ഇലക്ഷൻ കമ്മീഷന് നൽകുന്നതായിട്ടാണ് ആക്ഷേപം വന്നിരിക്കുന്നത്. ഇവിടെ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്തരം ഫണ്ടുകൾ വരുന്നത് ഇലക്ഷൻ കമ്മീഷനിലേക്ക് നേരിട്ടാണോ, അങ്ങനെ ലഭിച്ച ഇലക്ഷൻ കമ്മീഷൻ സന്നദ്ധ സംഘടനകൾക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ടോ, അതോ അമേരിക്കൻ ഗവൺമെന്റ് നേരിട്ട് തന്നെ ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ആക്ഷേപം. ഇതിലേതാണ് ശരിയെന്ന് നമുക്ക് പൂർണ്ണമായ ഒരു പിക്ചർ ഇല്ല. ഇലക്ഷൻ കമ്മീഷൻ തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്ക ഉൾപ്പെടെയുള്ള ഏത് ജനാധിപത്യ രാജ്യത്തെ നോക്കിയാലും ഒരു ലിബറൽ ജനാധിപത്യത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പോളിംഗ് ശതമാനം നമ്മുടെ രാജ്യത്തുണ്ട്. 65% പോളിംഗ് വരുന്ന ഇന്ത്യയിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ, അമേരിക്കയുടെ എയ്ഡ് കൊണ്ട് വോട്ടർ ടേൺ ഔട്ട് കൂട്ടേണ്ട ഗതികേടില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹായം ഇലക്ഷൻ കമ്മീഷനും ഗവൺമെന്റിനും ഒക്കെ ആവശ്യം വരും, പ്രത്യേകിച്ച് ഇലക്ട്രൽ റോളും മറ്റും പുതുക്കുന്നതിലും വോട്ടർ കോൺഷ്യസ്നെസ് ഇംപ്രൂവ് ചെയ്യുന്നതിനുമൊക്കെ. പക്ഷെ അതിനപ്പുറം പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾക്കും സർവകലാശാലകളിലും കോളേജിലുമൊക്കെ പഠിപ്പിക്കുന്ന സോഷ്യൽ സയൻസ് അധ്യാപകർക്കും പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകർക്കും എല്ലാം വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പൊതുജനങ്ങൾക്കും ചെറുപ്പക്കാർക്കും അറിയിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു സഹായധനം അമേരിക്ക തന്നിട്ടുണ്ടെങ്കിൽ അത് നിർത്തലാക്കിയെങ്കിൽ അത് ഇന്ത്യക്ക് അഭിമാനമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അമേരിക്കയിലെ സ്വന്തം രാജ്യത്തിലെ പോളിംഗ് ശതമാനം തന്നെ വളരെ കുറവാണ്. ട്രംപ് അതേ ചോദ്യം സ്വയം ചോദിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ധാരാളം പണമുണ്ട്, മറ്റ് രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ തീരുവ, ടാരിഫ്സ് വർദ്ധിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ടാക്സേഷൻ എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസിൽ ഇന്ത്യ ഇത്രത്തോളം ചുമത്തുന്ന രാജ്യം സാമ്പത്തികമായിട്ടും ശക്തിയായിരിക്കുമല്ലോ, പിന്നെ എന്തിനാ അവർക്ക് സഹായധനം? മാത്രമല്ല, ട്രംപും പ്രധാനമന്ത്രിയും തമ്മിൽ പല കാര്യങ്ങളിൽ ചർച്ച ചെയ്യുകയും ചില കാര്യങ്ങളിൽ അഭിപ്രായ സമന്വയം വരാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രേഡ് ബാലൻസ് വേണം എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അതിനെ ഈ USAIDയുടെ $21 മില്യൺ സഹായധനവുമായി വലിയ ബന്ധമില്ല. അത് നമുക്ക് കിട്ടാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രസിഡന്റ് ട്രംപ് സ്വയം ചോദിക്കും, നമ്മുടെ രാജ്യത്തിലെ, സ്വന്തം രാജ്യത്തിലെ വോട്ടർ ടേൺ ഔട്ട് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നാണ്. ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വോട്ടിംഗ്
വോട്ടർ ടേൺ ഔട്ട് താരതമ്യേന കുറവാണ്. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല എന്നല്ല ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല അറിവുണ്ട്. പക്ഷെ ജോലിക്കും മറ്റും പോകണം, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കണം, ഇതിലൊക്കെ വ്യാപൃതയായിരിക്കുന്ന ഒരു സമൂഹത്തിന് വോട്ടർ ടേൺ ഔട്ടിൽ വലിയ താല്പര്യം കണ്ടിട്ടില്ല. ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയം പഠിച്ചപ്പോഴും അവിടെ സന്ദർശിപ്പിച്ചപ്പോഴും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടുത്തെ തിരഞ്ഞെടുപ്പിന് ഒരു അവധി പോലും പ്രഖ്യാപിക്കാറില്ല എന്നുള്ളതും മനസ്സിലാക്കിയിട്ടുണ്ട്. അമേരിക്കയിലെ പാർലമെന്റായ കോൺഗ്രസിലെ തിരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 40% പോളിംഗ് നടക്കുമ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലാണ് കഷ്ടിച്ച് 50-52% വോട്ടിംഗ് പെർസെൻറ്റേജ് വരുന്നത്. അപ്പോൾ വോട്ടർ ടേൺ ഔട്ട് അമേരിക്കയിൽ കുറവായതിൻ്റെ കാരണം ഒരുപക്ഷെ അവർക്ക് വലിയ റിസ്കി ഇഷ്യൂസ് ഇല്ലാത്തതോ ഇമോട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തതോ ഒക്കെ ആയിരിക്കാം. അതെന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് ഈ പണം വേണ്ട, അത് കിട്ടാത്തതിൽ നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. അനുദിനം തെരഞ്ഞെടുപ്പ് ജനാധിപത്യം എന്നുള്ള നിലയിൽ നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡെമോക്രസിയിൽ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ജനാധിപത്യം എന്നുള്ള അർത്ഥമൊന്നും ഞാൻ പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് ഡെമോക്രസി ജനാധിപത്യം അഥവാ ഇലക്ട്രൽ ഡെമോക്രസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ പ്രവർത്തനം, പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശക്തി, അതോടൊപ്പം കാലാകാലങ്ങളായ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പോളിംഗിൽ കാണിക്കുന്ന ജാഗ്രത, പ്രത്യേകിച്ച് വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നതും നമ്മുടെ ഇലക്ട്രൽ റിഫോംസിൽ നോട്ട് വരെ വന്നത്. ഇപ്പം നൺ ഓഫ് ദി എബോവ് കാൻഡിഡേറ്റ് എന്നൊരു കാറ്റഗറി വരുമ്പോൾ അതിൽ പോലും വോട്ട് ചെയ്യാൻ ആൾക്കാർ താല്പര്യം കാണിക്കുന്നത് ഡെമോക്രസിയുടെ ശക്തിയാണ്, ദുർബലതയല്ല. നമുക്ക് മറ്റു പല പ്രശ്നങ്ങൾ ജനാധിപത്യത്തിലുണ്ട്. പക്ഷേ വോട്ടർ ടേൺ ഔട്ടിൽ നമുക്ക് ആരുടെയും സഹായം വേണ്ട. അത് അമേരിക്ക നിർത്തിയെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് ഈ $21 മില്യൺ അമേരിക്ക എല്ലാ വർഷമാണോ 5 വർഷത്തിലൊരിക്കലാണോ കൊടുക്കണതെന്ന് അന്വേഷിക്കണം. അത് ആർക്ക് കിട്ടി എന്നുള്ളതും അന്വേഷിക്കണം. അത് നിർത്തിയെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യക്കൊരു ഉപകാരമാണ്. നമ്മുടെ ജനാധിപത്യം ശക്തിപ്പെടാൻ ഇനി അമേരിക്കയുടെ സഹായം ആവശ്യമില്ല. പഴയ കാലത്തൊക്കെ ശീതാന്തര യുദ്ധ കാലത്തൊക്കെ ഒരുപക്ഷെ നമുക്ക് കോൾഡ് വാർ പൊളിറ്റിക്സിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ലിബറലായിട്ട് മറ്റു രാജ്യങ്ങളെ സഹായിച്ചപ്പോൾ ഇന്ത്യയും സഹായിച്ചിരിക്കുക, നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ് പല കാര്യങ്ങൾക്ക്. പക്ഷെ ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഭരണഘടന വന്നിട്ട് 75 വർഷമായി. 18 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞു. 300-ലേറെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. പഞ്ചായത്തിലും താഴെത്തട്ടിലുമുള്ള കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലുമുള്ള ഇലക്ഷൻസ് ഒക്കെ റെഗുലറായിട്ട് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി പാർട്ടി സിസ്റ്റത്തിൽ ശക്തിയല്ലായിരിക്കാം. അത്തരം കാര്യങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റു പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ വോട്ടർ ടേൺ ഔട്ടിൽ നമുക്കിനി ആരുടെയും സഹായം ആവശ്യമില്ല. നമ്മുടെ ഡെമോക്രസി ശക്തി ആർജിച്ചു വരികയാണ്. അതുകൊണ്ട് ഈ വിവാദം അനാവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ള പണം അതെങ്ങനെയാണ് ഇന്ത്യ ചെലവാക്കിയതെന്നും ആര് വഴിയാണ് ചെലവാക്കിയതെന്നും ഒക്കെ അന്വേഷിക്കുന്നതും ഈ സമയത്ത് പ്രസക്തിയുള്ള കാര്യമാണ്.